നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത പരിയാരം ഏമ്പേറ്റിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മരിച്ചത് ഉടുപ്പി സ്വദേശി നാഗരാജ്. 1 മാസത്തിനിടെ പരിയാരം മെഡിക്കൽ കോളേജിനും തളിപ്പറമ്പിനുമിടയിൽ പൊലിഞ്ഞത് 5 ജീവനുകൾ. ലോട്ടറി ക്ഷേമനിധിക്കു കീഴിൽ അംഗങ്ങളായ എല്ലാ ലോട്ടറി തൊഴിലാളികൾക്കും യൂണിഫോം ഉടൻ. പദ്ധതി സർക്കാർ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എം വി ജയരാജൻ. ആലക്കോട് ടൗണിലെ കെട്ടിടങ്ങളുടെ ടെറസുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രം. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ ടെറസുകൾ കൊതുക് വളർത്തു കേന്ദ്രം. നഗരം പകർച്ചവ്യാധി ഭീഷണിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത പരിയാരം ഏമ്പേറ്റിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ ഉടുപ്പി സ്വദേശി നാഗരാജാണ് മരിച്ചത്. ദേശീയപാതയിൽ പരിയാരം ഏമ്പേറ്റ് ആദർശ് അപ്പാർട്ട്മെന്റിന് സമീപമായിരുന്നു അപകടം. പയ്യന്നൂരിൽ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ലോറി ഡ്രൈവർ ഉടുപ്പി സ്വദേശി നാഗരാജാണ് മരിച്ചത്. പരിക്കേറ്റ ഉടുപ്പി സ്വദേശി രത്നാകരൻ, കാർ യാത്രികനും പരിയാരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിയുമായ ജോസഫ് കുര്യൻ എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ രത്നാകരന്റെ പരിക്ക് ഗുരുതരമാണ്. നാഗരാജ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ മരത്തിലിടിക്കുകയും മാവ് മറിഞ്ഞ് റോഡിലേക്ക് വീഴുകയും ചെയ്തു. ലോറിയും റോഡിന് കുറുകെ മറിഞ്ഞു. കാർ റോഡരികിലെ താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞ നിലയിലാണ്. ലോറിക്കടിയിൽപ്പെട്ട ഇരുവരെയും തളിപ്പറമ്പിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും പോലീസും ചേർന്നാണ് പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. JCB ഉപയോഗിച്ച് മരവും ലോറിയും നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 5ഓളം വാഹനാപകടങ്ങളാണ് ദേശീയപാതയിൽ നടന്നത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ദേശീയപാത തളിപ്പറമ്പിനും പരിയാരത്തിനുമിടയിൽ 1 മാസത്തിനിടെ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 5 ജീവനുകളാണ്. അമിത വേഗതയും പല സ്ഥലങ്ങളിലും സിഗ്നൽ ബോർഡുകൾ ഇല്ലാത്തതും അപകടങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ദേശീയപാതയ്ക്ക് ഇരുവശവും താമസിക്കുന്നവർ. ദേശീയപാതകൾ കുരുതിക്കളമാവുകയാണ്. ഓരോ ദിവസവും വലുതും ചെറുതുമായ നിരവധി അപകടങ്ങളാണ് തളിപ്പറമ്പിനും പരിയാരത്തിനുമിടയിൽ നടക്കുന്നത്. കുപ്പം മുതൽ ചുടല വരെയുള്ള അപകട വളവുകളും പല സ്ഥലങ്ങളിലും സിഗ്നൽ സംവിധാനം ഇല്ലാത്തതും വാഹനങ്ങളുടെ അമിത വേഗതയുമെല്ലാം അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പരിയാരം അലക്യം പാലത്തിന് സമീപത്ത് നടന്ന വാഹനാപകടത്തിൽ കാർ യാത്രികൻ വിളയാങ്കോട് സ്വദേശി ആന്റണി മരിച്ചിരുന്നു. നാഷണൽ പെർമിറ്റ് ലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ചുടലയിൽ നാഷണൽ പെർമിറ്റ് ലോറിയും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. തൃച്ചംബരത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞുകയറി. ഈ അപകടത്തിലും ഒരാൾ മരിച്ചിരുന്നു. അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവരും അതിന്റെ തീരാദുരിതം അനുഭവിക്കുന്നവരുമായ നിരവധി പേർ ഇന്നുമുണ്ട്. റോഡുകളിൽ നിരീക്ഷണ ക്യാമറകൾ പേരിന് മാത്രമാവുകയാണ്. അപകട സാധ്യത മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ പ്രധാന സ്ഥലങ്ങളിലും ഇല്ല. റോഡിന് ഇരുവശങ്ങളിലും ഡ്രൈവർമാരുടെ ശ്രദ്ധയെപ്പോലും തെറ്റിക്കുന്ന കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ച് സ്ഥാപിക്കുന്ന ഈ ഫ്ലക്സ് ബോർഡുകൾ അപകടത്തിന് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. തളിപ്പറമ്പിൽ ജെൻസ് ബ്യൂട്ടി പാർലർ തീവെച്ച് നശിപ്പിച്ചു. പുളിപ്പറമ്പിലെ ഇസ്മായിലിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്റ്റൈൽ പ്ലസ് ബ്യൂട്ടി പാർലറിനാണ് അജ്ഞാതർ തീയിട്ടത്. പുളിമ്പറമ്പ് സ്വദേശി ഇസ്മായിലിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറിലാണ് അജ്ഞാതർ തീയിട്ടത്. ബംഗാൾ സ്വദേശിയായ ജോലിക്കാരൻ കട തുറന്നപ്പോഴാണ് തീ പിടിച്ചതായി കണ്ടത്. ഷട്ടറിന്റെ മുകൾ ഭാഗത്ത് പാരയോ മറ്റോ ഉപയോഗിച്ച് വിള്ളലുണ്ടാക്കി രാസവസ്തുക്കളോ പെട്രോളോ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. കസേരകൾ ഉൾപ്പെടെ കത്തിനശിച്ച നിലയിലാണ്. തളിപ്പറമ്പ് പ്രിൻസിപ്പൽ SI P രാജേഷ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ പൊതുജനങ്ങൾക്ക് കെണിയൊരുക്കി സ്വകാര്യ കമ്പനി സ്ഥാപിച്ച ദിശാ ബോർഡുകൾ മാറ്റിസ്ഥാപിച്ചു. തെറ്റായ വിവരങ്ങൾ നൽകിയ ബോർഡുകളെക്കുറിച്ച് സീൽ വാർത്തകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കലക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്നായിരുന്നു കമ്പനിയുടെ അവകാശവാദം.
എന്നാൽ തളിപ്പറമ്പ് മുതൽ ആലക്കോട് വരെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കാരണം പുറമേ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. സീൽ വാർത്തകൾ സംഭവം റിപ്പോർട്ട് ചെയ്തതോടെയാണ് കമ്പനിക്ക് അബദ്ധം മനസ്സിലായത്. തുടർന്ന് മുഴുവൻ ബോർഡുകളിലെയും തെറ്റായ വിവരങ്ങൾ നീക്കം ചെയ്യുകയും പുതിയവ സ്ഥാപിക്കുകയുമായിരുന്നു. സീൽ ന്യൂസ്, ആലക്കോട്. ലോട്ടറി ക്ഷേമനിധിക്കു കീഴിൽ അംഗങ്ങളായ എല്ലാ ലോട്ടറി തൊഴിലാളികൾക്കും യൂണിഫോം നിലവിൽ വരികയാണ്. ഇത് ഉടൻ പ്രാവർത്തികമാക്കുമെന്ന് ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് മെമ്പർമാർക്കുള്ള ഓണം അലവൻസ് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖാദി ബോർഡ്, കൈത്തറി, കുടുംബശ്രീ എന്നീ യൂണിറ്റുകൾ മുഖേനയാണ് യൂണിഫോം വിതരണം നടത്തുക. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് അധ്യക്ഷത വഹിച്ചു. ADM മുഹമ്മദ് യൂസഫ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ, TP രവീന്ദ്രൻ, KP രാധാകൃഷ്ണൻ, C നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ചുവർ ചിത്രരചനയിൽ മികവ് തെളിയിച്ച് പഴയങ്ങാടി വെങ്ങരയിലെ നിനിത ബൈജു. ധ്യാന ശ്ലോകത്തിലെ കഥാപാത്രങ്ങളാണ് നിനിത ചിത്രങ്ങളാക്കി മാറ്റുന്നത്. ചുവർ ചിത്രരചനയിൽ മികവ് തെളിയിക്കുകയാണ് വെങ്ങരയിലെ നിനിത ബൈജു. കുഞ്ഞുനാളിൽ തൊട്ടേ ചിത്രരചനയിൽ മികവ് തെളിയിച്ച നിനിത ഇപ്പോൾ ധ്യാനശ്ലോകത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. മനസ്സിൽ തെളിയുന്ന രൂപങ്ങൾ ചിത്രമാക്കി മാറ്റുകയാണിവിടെ. വിഗ്രഹങ്ങളുടെ ഗുണഗണങ്ങൾക്ക് അനുസൃതമായാണ് ചായങ്ങൾ നൽകുന്നത്. മഞ്ഞ, ചുവപ്പ്, പച്ച, നീല, കറുപ്പ് വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്ത വർണ്ണങ്ങളാണ് ചുമർ ചിത്രങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ അക്രലിക് പെയിന്റുകളാണ് ഉപയോഗിക്കുന്നത്. മാസങ്ങൾ വേണ്ടിവരും ചില ചിത്രങ്ങൾ പൂർത്തിയാകാൻ. അനന്തശയനം, പ്രദോഷനൃത്തം, പാർവതീ ചമയം, മാരീചഗമനം, ഹംസദമയന്തി എന്നിവയെല്ലാം നിനിതയുടെ വരിയിൽ തെളിഞ്ഞുകഴിഞ്ഞു. ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിനിത ഇപ്പോൾ. ധ്യാന ശ്ലോകം നോക്കിയിട്ടാണ് ചിത്രരചന ചെയ്യുന്നത്. ഇപ്പോൾ അനന്തശയനം ചെയ്തു, പ്രദോഷ നൃത്തം ചെയ്തു, പാർവതീ ചമയം ചെയ്തു. ഇപ്പോൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും 5 കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് സാധാരണ ചെയ്യേണ്ടത്. ഇപ്പോൾ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് ടൈം വേണം. അതുകൊണ്ട് അക്രീലിക്കിൽ ചെയ്യുന്നത്. അക്രീലിക് ചെയ്യാൻ തന്നെ ഇത് ഏകദേശം ഒരു 1.5 മാസത്തോളം എടുക്കുന്നുണ്ട്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നല്ല പ്രോത്സാഹനവും നിനിതയ്ക്ക് ലഭിക്കുന്നുണ്ട്. സീൽ ന്യൂസ്, ചെറുകുന്ന. ആലക്കോട് ടൗണിലെ കെട്ടിടങ്ങളുടെ ടെറസുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാകുന്നു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ടെറസുകൾ കൊതുക് വളർത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ്. ആലക്കോട് ടൗണിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. മദ്യപന്മാർ ഉപേക്ഷിച്ച മദ്യക്കുപ്പികൾ കൂനകളായി കിടക്കുന്നു. മഴക്കാലമായതിനാൽ ഇതിൽ പലതിലും വെള്ളം കെട്ടിക്കിടക്കുകയും കൂത്താടികൾ വളരാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട്. പല വ്യാപാര സ്ഥാപനങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നിക്ഷേപിക്കുന്നതിനും ടെറസുകൾ ഉപയോഗിക്കുന്നത് പതിവായിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും കണ്ണുവെട്ടിച്ച് നടത്തുന്ന ഇത്തരം മാലിന്യ നിക്ഷേപങ്ങൾ ആലക്കോട് ടൗണിനെ പകർച്ചവ്യാധി കേന്ദ്രങ്ങളാക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഒരുക്കാത്തതാണ് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് KM ഹരിദാസ് പറയുന്നു. ആലക്കോട് പഞ്ചായത്ത് ഒരുപാട് വർഷങ്ങളായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പ്ലാന്റുകൾ നിർമ്മിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ ഒരു പരിപാടികളും നടപ്പിൽ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആലക്കോട് പഞ്ചായത്തിലെ പട്ടണത്തിലെ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് കിടക്കുകയാണ്. പല ഇടവഴികളിലും മറ്റ് സ്ഥലങ്ങളിലും കെട്ടിടത്തിനുമുള്ളൊക്കെ മാലിന്യ നിക്ഷേപങ്ങൾ കൊണ്ട് പല സാംക്രമിക രോഗങ്ങളും പാർശ്വവാദികളൊക്കെ കടന്നു വരാനുള്ള സാധ്യതകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം പഞ്ചായത്ത് തലത്തിൽ ഒരുക്കുകയും ചെയ്താൽ മാത്രമേ ആലക്കോട് ടൗണിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകൂ. സീൽ ന്യൂസ്, ആലക്കോട്. ഓണം അടുത്തതോടെ ശ്രീകണ്ഠാപുരം നഗരം വാഹനങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുന്നു. നടപടിയെടുക്കാതെ അധികാരികൾ കണ്ണടയ്ക്കുന്നു. ശ്രീകണ്ഠാപുരം വികസനത്തിന്റെ കുതിപ്പിലാണ്. ഏതു മേഖലയിലും മുന്നേറ്റം കൈവരിക്കുന്നുണ്ടെങ്കിലും ടൗണിലെ ഗതാഗത നിയമങ്ങളെല്ലാം താളം തെറ്റുകയാണ്. ആർക്കും തോന്നും പോലെ എവിടെയും വാഹനങ്ങൾ നിർത്തിയിടാം. ഇതാണ് ശ്രീകണ്ഠാപുരം നഗരത്തിലെ ഇപ്പോഴുള്ള ട്രാഫിക് സിസ്റ്റം. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ അനുമതിയുള്ള വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം തങ്ങൾക്ക് നിർത്തിയിടേണ്ട സ്ഥലം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെന്നാണ് പരാതി. ഇതിനെ ചൊല്ലി പലപ്പോഴും വാക്കേറ്റവും കയ്യാങ്കളിയും നടക്കാറുണ്ട്. അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം.
ഇടതു ദുർഭരണത്തിനെതിരെ മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പഴയങ്ങാടിയിൽ ധർണ സംഘടിപ്പിച്ചു. SKP സക്കറിയ ധർണ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെപ്പോലെ നിയമം കയ്യിലെടുക്കുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗിനോ അതുപോലെ തന്നെ UDF-നോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കോ ഇല്ല. നിങ്ങൾ പലപ്പോഴും നിയമം കയ്യിലെടുക്കുന്നവരാണ്. നിങ്ങൾ പല വിധത്തിലും നിയമത്തെ ലംഘിച്ചവരാണ്. നിങ്ങൾ എന്താ കരുതിയത്? ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന സംരക്ഷകരായിക്കൊണ്ട് നിങ്ങൾ നടത്തിയിരുന്ന നിലപാടെന്താ? ഈ കേരളമാകെ കേരളത്തിലാകെ നിങ്ങൾ ക്രമസമാധാനം തകർക്കുകയല്ലേ? ഇടതുപക്ഷ ഭരണം 100 നാൾ പിന്നിടുമ്പോൾ സമ്പൂർണ്ണ പരാജയമാണെന്ന് മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് SKP സക്കറിയ പറഞ്ഞു. PM ഹനീഫ്, SV റഫീഖ്, സാബിർ മാട്ടൂൽ, TK ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 23 മുതൽ 25 വരെ എരിപുരത്ത് നടക്കും. ലോഗോ പ്രകാശനം പഴയങ്ങാടിയിൽ ജില്ലാ സെക്രട്ടറി MV സരള നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 23, 24, 25 തീയതികളിൽ മാടായി വെച്ച് നടത്തുന്നതിന് വേണ്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സംഘാടക സമിതി രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ള സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോഗോ പ്രകാശനമാണ് ഇന്നിവിടെ നടത്തുന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 23, 24, 25 തീയതികളിൽ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിലെ M ജയലക്ഷ്മി നഗറിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പതാക കൊടിമര ജാഥ, പ്രതിനിധി സമ്മേളനം, പ്രകടനം, പൊതുസമ്മേളനം, മെഗാ തിരുവാതിര, ബൈക്ക് റാലി, വിളംബര ജാഥ എന്നിവയും നടക്കും. ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ, PK ശ്രീമതി ടീച്ചർ MP, അഡ്വക്കേറ്റ് P സതീദേവി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. പഴയങ്ങാടി എരിപുരത്ത് നടന്ന ലോഗോ പ്രകാശനത്തിൽ MV സരള, PP തമ്പായി, A മാധവി, MV ശകുന്തള, P ഇന്ദിര, P പ്രഭാവതി, K പത്മനാഭൻ, PP ദാമോദരൻ, PK നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കലക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തി. തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന അധ്യാപക നയം ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് T പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. 100 ദിവസം പിന്നിടുന്ന അവസരത്തിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ സ്മരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് N ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത്, M മഹേഷ് കുമാർ, M സജീവൻ, ലാൽ കിഷോർ, M സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ഒരു സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് ഉണ്ട്. എന്നാൽ ഇതാർക്കും കാണാനാവില്ല. സ്ത്രീകളുടെ ഉപയോഗത്തിനായി കഴിഞ്ഞ വർഷമാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ടോയ്ലറ്റ് നിർമ്മിച്ചത്. 2015-16 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് സ്ഥാപിച്ചത്. എന്നാൽ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി. ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ടോയ്ലറ്റ് ഉള്ളതിനാൽ ടോയ്ലറ്റ് ആരും ഉപയോഗിക്കാറുമില്ല. ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിന് പുറത്ത് ടോയ്ലറ്റിന് സൂചനാ ബോർഡുമില്ല. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ സർവശിക്ഷാ അഭിയാൻ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരുമ ഓണോത്സവം നടന്നു. സർവശിക്ഷാ അഭിയാൻ മയ്യിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഹാളിലാണ് ഓണോത്സവം നടന്നത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കാണ് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ഒരുമ 2016 ഓണോത്സവം സംഘടിപ്പിച്ചത്. തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നിരവധി കുട്ടികൾ പരിപാടികളിൽ പങ്കെടുത്തു. വിവിധ കലാമത്സരങ്ങൾ, പുലിക്കളി, കസേരക്കളി തുടങ്ങിയവയും ഓണസദ്യയും നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ TP വേണുഗോപാലൻ, TV വിശ്വനാഥൻ, BPO CV മീര, MP മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, മയ്യിൽ. പാലിയേറ്റീവ് രോഗികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സ്നേഹസംഗമം കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. നാം 100,000 മറ്റു പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടാവാം. ഒട്ടനവധിയായ പ്രോഗ്രാമുകൾ നാം മറ്റു നിലയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രോഗ്രാമുകളിലും പരിപാടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി തീർക്കുന്നതാണ് ഈ മനുഷ്യരുടെ സ്നേഹപൂർവ്വം ഒന്ന് തൊട്ട് അവർക്ക് ഈ സമൂഹത്തിൽ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്, ഒരിക്കലും നിങ്ങൾക്ക് ഒറ്റപ്പെടേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം, അത് പകരുന്ന ജീവിത വിശ്വാസം, അതിനേക്കാൾ മൂല്യമായ മറ്റൊരു പ്രോഗ്രാം നാം ഇതുവരെ പങ്കെടുത്തതിലുണ്ടാകും. SSC പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജോബി വർഗീസ്,
പ്രൊഫസർ വിനീത പി നായർ എന്നിവർ ഓണത്തിന് ഒരു കൈത്താങ്ങ് പദ്ധതി വിശദീകരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഓമന അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് അജ്മൽ മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ സർവകലാശാല NSS പ്രോഗ്രാം കോർഡിനേറ്റർ KP മുഹമ്മദ്, ആകാശവാണി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ K ബാലചന്ദ്രൻ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ശില്പ ജോൺ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കണ്ണൂരിൽ നടന്നു. PK ബാലൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് വയോജന മേഖലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവസാന കാലഘട്ടത്തിൽ, ആ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു 1500 രൂപയുടെ പെൻഷൻ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ വയോജനങ്ങളുടെ ക്ഷേമകാര്യത്തെ സംബന്ധിച്ചോ അവരുടെ പരാധീനതകൾക്ക് പരിഹാരം കാണുന്നതിനെ സംബന്ധിച്ചോ ഒരു കാഴ്ചപ്പാടും ആ ഗവൺമെന്റ് ഭാഗത്തുണ്ടായില്ല. ഡോക്ടർ PB സജീവ് കുമാർ പ്രഭാഷണം നടത്തി. AP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. CP ചാത്തുക്കുട്ടി, P കുഞ്ഞിക്കണ്ണൻ, P ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ഓണത്തിരക്കേറുമ്പോൾ ശ്രീകണ്ഠാപുരം ടൗണും പരിസരവും 24 മണിക്കൂറും സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. പഴകിയ ക്യാമറകൾ നീക്കം ചെയ്ത് പുതിയവ സ്ഥാപിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠാപുരം പോലീസ്. ശ്രീകണ്ഠാപുരം ടൗണിൽ വർദ്ധിച്ചുവരുന്ന സാമൂഹികാതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ സഹായകരമാവുകയാണ്. മുൻപ് സ്ഥാപിച്ച ക്യാമറകൾ തകരാറിലായതിനെ തുടർന്നാണ് ക്യാമറകൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്ററിൽ സദാസമയവും ദൃശ്യങ്ങൾ സൂക്ഷ്മ നിരീക്ഷണത്തിലുമാണ്. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഇതുവഴി ഒരു പരിധിവരെ കുറ്റകൃത്യങ്ങളും മോഷണങ്ങളും തടയാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത പരിയാരം ഏമ്പേറ്റിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മരിച്ചത് ഉടുപ്പി സ്വദേശി നാഗരാജ്. 1 മാസത്തിനിടെ പരിയാരം മെഡിക്കൽ കോളേജിനും തളിപ്പറമ്പിനുമിടയിൽ പൊലിഞ്ഞത് 5 ജീവനുകൾ. ലോട്ടറി ക്ഷേമനിധിക്കു കീഴിൽ അംഗങ്ങളായ എല്ലാ ലോട്ടറി തൊഴിലാളികൾക്കും യൂണിഫോം ഉടൻ. പദ്ധതി സർക്കാർ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജൻ. ആലക്കോട് ടൗണിലെ കെട്ടിടങ്ങളുടെ ടെറസുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രം. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ ടെറസുകൾ കൊതുക് വളർത്തു കേന്ദ്രം. നഗരം പകർച്ചവ്യാധി ഭീഷണിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.